കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വൻ മുതൽക്കൂട്ടാകുന്ന തളിപ്പറമ്പ് നാടുകാണി സൂ സഫാരി പാർക്ക് പ്രവർത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർവ്വദേശീയ മാനം കൈവന്നിരിക്കുകയാണെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. പാർക്കിന്റെ തുടർ നടപടികൾക്കായി രൂപീകരിച്ച വിദഗ്ധ സമിതിയിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള വിദഗ്ധരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ നേട്ടത്തിന് പിന്നിലെന്നും എം.എൽ.എ. പറഞ്ഞു. തളിപ്പറമ്പ് നാടുകാണിയിൽ സൂ സഫാരി പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനായി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അതിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഭൂമി ഏറ്റുവാങ്ങുക എന്നത്. ഭൂമി ഏറ്റുവാങ്ങിയതിനു ശേഷം തുടർ പ്രവർത്തനങ്ങൾക്കായി വിദഗ്ധ സമിതിയും രൂപീകരിച്ചു. വളരെ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തിയാണ് സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. അതിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ളവർ ഉൾപ്പെട്ടതോടെ നാടുകാണി സഫാരി പാർക്കിന് സർവ്വദേശീയ മാനം കൈവന്നിരിക്കുകയാണ്. വളരെ വേഗം തന്നെ DPR തയ്യാറാക്കി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ രീതിയിൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാവുന്ന ഒരു കാര്യമല്ല. നീണ്ടു നിൽക്കുന്ന പ്രക്രിയയിലൂടെ മാത്രമേ അത് സാധിക്കൂ. പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായി നാടുകാണി സൂ സഫാരി പാർക്ക് മാറുമെന്നും എം.വി. ഗോവിന്ദൻ എം.എൽ.എ. പറഞ്ഞു. സഫാരി പാർക്ക് സുസ്ഥിര ഭരണം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യവുമായി വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളെ അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഭൂമി ഏറ്റുവാങ്ങുക എന്നുള്ളത്. അങ്ങനെ ഭൂമി ഏറ്റുവാങ്ങി ഇപ്പോൾ വിദഗ്ധ സമിതിയെ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളെയാണ് ഉന്നത സമിതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിനൊരു സാർവദേശീയ മാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വേഗം നമുക്കതിൻ്റെ DPR തയ്യാറാക്കി പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ രീതിയിലൊരു വർക്കല്ല, കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായി നാടുകാണി പാർക്ക് മാറാൻ പോവുകയാണ്. വിശദമായ DPR തയ്യാറാക്കുന്നതിനായി 2 കോടി രൂപ സർക്കാർ നേരത്തെ തന്നെ ബജറ്റിൽ അനുവദിച്ചിരുന്നു. സർക്കാർ അംഗീകാരം ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന് നാടുകാണിയിൽ 252.8 ഏക്കർ ഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുക. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവേകുന്നതായിരിക്കും സൂ സഫാരി പാർക്ക്. മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള സഫാരിയാകും പ്രധാന ആകർഷണം. ഇതിനോടൊപ്പം മ്യൂസിയവും ബയോളജിക്കൽ പ്ലാന്റേഷനും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.